ഫ്രാൻസിൽ അവരുടെ ദേശീയ അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. 577 അംഗ ദേശീയ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പരിസ്ഥിതിക്ക് പ്രാമുഖ്യം നൽകണം എന്ന് വാദിക്കുന്ന പാർട്ടികളും ഒക്കെ ചേരുന്ന ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രം രൂപവൽക്കരിക്കപ്പെട്ട സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് മുന്നിലെത്തി. നിലവിലുള്ള പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേതൃത്വം നൽകുന്ന എൻസെമ്പിൾ എന്ന് പറയുന്ന മധ്യ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെല്ലാം ചേരുന്ന സഖ്യമാണ് രണ്ടാമതെത്തിയിരിക്കുന്നത്. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്നും ഒരുപക്ഷെ അധികാരത്തിലെത്തുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്ന നാഷണൽ റാലി പാർട്ടി, തീവ്ര വലത് നിലപാടുകളുള്ള മുസോളിനിയെ പോലും നേതാവായി അംഗീകരിക്കുന്ന നാഷണൽ റാലി പാർട്ടി, അവരിത്തവണ വലിയ നേട്ടമുണ്ടാക്കുന്നു, ഒരുപക്ഷെ അധികാരത്തിൽ വരുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അവർ 3-ം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ആർക്കും കേവല ഭൂരിപക്ഷമില്ല നാഷണൽ അസംബ്ലിയിൽ. അപ്പോൾ ഇനി പുതിയ സർക്കാർ ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഒരു സഖ്യകക്ഷി സർക്കാരായിരിക്കും നിലവിൽ വരിക എന്നാണ് അറിയുന്നത്. നിലവിൽ ഇപ്പോൾ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിലവിലുള്ള പ്രധാനമന്ത്രിയോട് തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇനിയും വന്നിട്ടില്ല. കൗതുകരം എന്നുള്ളത് ഇംഗ്ലണ്ടിലേതുപോലെ തന്നെ ഇടത് അനുഭാവമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന പാർട്ടികൾ ചേരുന്ന ഒരു സഖ്യം ഫ്രാൻസിലും തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയിരിക്കുന്നു എന്നാണ്. തീർത്തും അപ്രതീക്ഷിതമാണ്. അത് മാത്രമല്ല, ഫ്രാൻസിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രാമുഖ്യം ഇല്ലാത്ത ഒരു നാഷണൽ അസംബ്ലി നിലവിൽ വരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യവുമാണ്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ PJ വിൻസെൻ്റ് ആണ്, വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ അധ്യാപകൻ. ഫ്രാൻസിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? നമ്മൾ കഴിഞ്ഞ UK തെരഞ്ഞെടുപ്പ് ഫലം പറഞ്ഞപ്പോൾ ഈ നാഷണൽ റാലി പാർട്ടിയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം അവരുണ്ടാക്കി. ഇത്തവണ അവർക്ക് വലിയ സ്റ്റേക്ക് കൽപ്പിക്കപ്പെട്ടിരുന്നു. ആദ്യ റൗണ്ട് ഇലക്ഷനിൽ അവർ മുന്നിലെത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്? യൂറോപ്പ്, വിശിഷ്യ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മഹത്തായ 3 മുദ്രാവാക്യങ്ങൾ ലോകത്തിന് നൽകിയത് ഫ്രഞ്ചുകാരാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൽ രൂപം കൊണ്ടതാണ് ഫ്രഞ്ച് പാർലമെൻറ്റ്. അത് നാഷണൽ കൺവെൻഷനായിരുന്നു, പിന്നീട് അത് നാഷണൽ അസംബ്ലി ആയിട്ട് മാറി. ആ അസംബ്ലിയിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. യൂറോപ്പിൽ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ടെങ്കിലും ഈ കൺസർവേറ്റീവ് റവല്യൂഷൻ്റെ മറപിടിച്ച് വംശീയ ദേശീയതയും അതുപോലെ മതമൗലികവാദവും ചേർത്ത ആശയങ്ങൾ പിൻപറ്റുന്ന പാർട്ടികൾക്ക് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് 2011 അറബ് വസന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോർത്ത് ആഫ്രിക്കൻ മേഖലയിലും അതുപോലെ സിറിയയിലുമൊക്കെ ഉണ്ടായ വലിയ മുന്നേറ്റങ്ങൾ, അതിൻ്റെ ഭാഗമായി സിറിയയിൽ ഏകദേശം രാഷ്ട്രവ്യവസ്ഥ തകരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ബാഷർ അൽ അസദ് അവിടെ അധികാരത്തിൽ തുടരുന്നുണ്ടെങ്കിലും അതിന്ന് ഒരു തകർന്ന രാജ്യമാണ്. അതുപോലെ നോർത്ത് ആഫ്രിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ ജനമുന്നേറ്റമുണ്ടായി. അപ്പം അവിടെ നിന്നൊക്കെ വലിയ രൂപത്തിൽ യൂറോപ്പിലേക്ക് പലായനമുണ്ടായി. മെഡിറ്ററേനിയൻ സമുദ്രം കടന്ന് അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് പ്രവഹിക്കുകയാണ്. സിറിയയിൽ നിന്ന് കരമാർഗം കിഴക്കൻ യൂറോപ്പിലെത്തി അവിടുന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് അഭയാർത്ഥികൾ വരുന്നു. ഇങ്ങനെ വരുന്ന അഭയാർത്ഥികൾ ആ രാജ്യത്തിൻ്റെ സ്വാഭാവികമായ സംസ്കൃതിയെയും അവരുടെ തൊഴിലവസരങ്ങളെയും അവരുടെ വികസനത്തെയും ഒക്കെ തകർക്കുന്നു എന്ന വാദമാണ് ഈ മേഖലയിലുള്ള തീവ്ര വലതുപക്ഷ കക്ഷികൾ മുന്നോട്ട് വച്ചത്. അതിന് വലിയ അംഗീകാരം അവിടെ ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ യൂറോപ്പ് മൊത്തമെടുത്താൽ അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തമായ രാജ്യങ്ങൾ ഇറ്റലി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഈ 4 രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, അവർ ഇറ്റലിയിൽ അധികാരത്തിൽ വന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുസോളിനിയൊക്കെ ആരാധിക്കുന്ന ആളാണ് മെലോണി, അവരവിടെ അധികാരത്തിൽ വന്നു. ഫ്രാൻസിൽ ലീപ്പെന്നിൻ്റെ കാലം മുതൽ തന്നെ തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന പാർട്ടിയാണ്. അവരുടെ പുത്രി മാരി ലീപ്പെന്നാണ് ഇപ്പോൾ ആ സഖ്യത്തെ നയിക്കുന്നത്. അവർ കഴിഞ്ഞ യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. അപ്പോൾ ഈ നാഷണൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. അതുണ്ടായില്ല. അതുപോലെ ജർമ്മനിയിലെ
AFD എന്ന് പറഞ്ഞ പാർട്ടി, ആൾട്ടർനേറ്റീവ് ഫോർ ഡെമോക്രസി, ഡെമോക്രസി അവർ വലിയ ഒരു ശക്തിയായിട്ട് അവിടെ മാറിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. UK റിഫോംസ് പാർട്ടിക്ക് 14% വോട്ട് കിട്ടി. കാരണം ഇംഗ്ലണ്ടിലെ പരമ്പരാഗതമായ ഒരു പൊളിറ്റിക്കൽ ബാലൻസ് എന്ന് പറയുന്നത് ലേബർ പാർട്ടി, ടോറികൾ അഥവാ കൺസർവേറ്റീവ്സ്, ലിബറൽ പാർട്ടി എന്നുള്ളതാണ്. ഇവർ 3 പേരുമാണ്. അപ്പം ഇവിടെ ലിബറൽ പിന്നോട്ട് പോയി ലിബറൽ പാർട്ടിയേക്കാൾ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയായി അവിടുത്തെ UK റിഫോം പാർട്ടി മാറി. 14% വോട്ടാണ് റിഫോം UK പാർട്ടി നേടിയത്. 12% മാത്രമേ ലിബറൽ ഡെമോക്രാറ്റിക്ക് നേടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ സമീപകാലത്ത് ഇതോടൊപ്പം ഒരു പുരോഗമന തരംഗം കൂടി യൂറോപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കിട്ടുന്നത്.